ഇന്ത്യയുടെ ഡിജിറ്റൽ രാഷ്ട്രീയ ഭൂപടത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് നടക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെയും സർക്കാരിൻ്റെയും സ്വാധീനം ഇനി വെറും പരമ്പരാഗത മാധ്യമങ്ങളിലൂടെ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെയും നിർണ്ണയിക്കപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് രാജ്യം കടന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്നാണ് ധ്രുവ് റാഠി. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിനെ ആധാരമാക്കി അദ്ദേഹം സൃഷ്ടിച്ച സ്വാധീനം ഇന്ത്യയിലെ രാഷ്ട്രീയ ആശയവിനിമയത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുന്നതാണ്. ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ധ്രുവ് റാഠിയുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം 31.4 മില്യൺ കടന്നിരിക്കുകയാണ്. ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിനെ പോലും അദ്ദേഹം മറികടന്നിരിക്കുകയാണ്. മോദിയുടെ ചാനൽ 30 മില്യൺ സബ്സ്ക്രൈബർമാർ എന്ന നേട്ടം സ്വന്തമാക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ധ്രുവ് റാഠി ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ പ്രതിഫലനം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം ഇത് വെറും സബ്സ്ക്രൈബർമാരുടെ മത്സരമല്ല, മറിച്ച് ഡിജിറ്റൽ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ സൂചകമാണ്. ഒരു വശത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, കേന്ദ്രഭരണത്തിൻ്റെ മുഖം, മറ്റൊരു വശത്തോ ഒരു സ്വതന്ത്ര യൂട്യൂബർ. പ്രേക്ഷകരുടെ ഇടയിൽ കൂടുതൽ ഇടപെടലും കൂടുതൽ ചർച്ചകളും കൂടുതൽ കാഴ്ചക്കാരും ലഭിക്കുന്നത് ധ്രുവ് റാഠിക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂട്യൂബ് ചാനൽ പ്രധാനമായും ഔദ്യോഗിക പ്രസംഗങ്ങൾ, സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ, വിദേശ സന്ദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളുടെ വീഡിയോ ശേഖരമായി പ്രവർത്തിക്കുകയാണ്. ഇതൊരു സർക്കാർ ആശയവിനിമയ പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ധ്രുവ് റാഠിയുടെ ചാനൽ അതിനേക്കാൾ വ്യത്യസ്തമാണ്. രാഷ്ട്രീയ വിഷയങ്ങൾ, അതുപോലെ സാമ്പത്തിക നയങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, അതുപോലെ ചരിത്രങ്ങൾ, അന്താരാഷ്ട്ര രാഷ്ട്രീയം എന്നിവയെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്യുന്ന വീഡിയോകളാണ് ധ്രുവ് റാഠി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തെ യുവജനങ്ങളിൽ പ്രത്യേകമായും ജനപ്രിയനാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വീഡിയോ പുറത്തിറങ്ങിയാൽ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏതാണ്ട് 18 മുതൽ 24 മില്യൺ വരെയൊക്കെ കാഴ്ചക്കാരെ നേടാൻ ധ്രുവ് റാഠിക്ക് സാധിക്കുന്നുണ്ട്. ലഭ്യമായ കണക്കുകൾ പ്രകാരം റാഠിയുടെ ഓരോ വീഡിയോയ്ക്കും അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബർമാരിൽ ഏതാണ്ട് 60% ആളുകൾ ആ വീഡിയോ കാണാറുണ്ട്. യൂട്യൂബ് ലോകത്ത് തന്നെ വളരെ ഉയർന്ന എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു റേറ്റാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ചാനലിലെ പല വീഡിയോകളും വളരെ കുറഞ്ഞ കാഴ്ചക്കാരോടെയാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത്. ചിലപ്പോഴൊക്കെ സബ്സ്ക്രൈബർമാരുടെ 0.1% താഴെ മാത്രമാണ് ഒരു വീഡിയോക്ക് വ്യൂസ് ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മോദിക്ക് സബ്സ്ക്രൈബർമാരുടെ വലിയ എണ്ണമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അത്ര വലിയ പ്രേക്ഷക പങ്കാളിത്തം ഇല്ലാത്തത് എന്നുള്ള ചോദ്യം ഇവിടെ സ്വാഭാവികമായി ഉയരുന്നുണ്ട്. സർക്കാർ പ്രചരണ വീഡിയോകളേക്കാൾ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾക്കും വിശദീകരണങ്ങൾക്കും യുവജനങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്നതാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ധ്രുവ് റാഠിയുടെ സ്വാധീനം രാഷ്ട്രീയപരമായും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വീഡിയോകൾ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുന്നവയാണ്. അതിൽ തൊഴിലില്ലായ്മയൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യം, തെരഞ്ഞെടുപ്പ് പ്രക്രിയ, സാമ്പത്തിക നയങ്ങൾ തുടങ്ങിയ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ. ആ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം തുറന്ന വിമർശനം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിലൂടെ വലിയൊരു ഡിജിറ്റൽ പ്രേക്ഷക സമൂഹത്തെ അദ്ദേഹത്തിന് സ്വാധീനിക്കുവാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഇത് ചിലർക്ക് ആശങ്ക സൃഷ്ടിക്കുന്നൊരു കാര്യം കൂടിയാണ്. കാരണം മുമ്പ് രാഷ്ട്രീയ വിവാദങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും പ്രധാനമായും ടെലിവിഷൻ ചർച്ചകളിലോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലോ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ പോലും ലക്ഷക്കണക്കിന് ആളുകളുടെ രാഷ്ട്രീയ അഭിപ്രായത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സാമ്പത്തികമായി പോലും ഇതിന് സ്വാധീനം വലുതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചാനൽ വരുമാനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഭവമല്ല. എന്നിരുന്നാലും സർക്കാർ ആശയവിനിമയത്തിനുള്ള ഒരു ഔദ്യോഗിക പ്ലാറ്റ്ഫോം മാത്രമാണ് നരേന്ദ്രമോദിയുടെ ആ ഒരു ചാനൽ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഒരു സ്വതന്ത്ര യൂട്യൂബർ ജനപ്രീതിയിൽ പ്രധാനമന്ത്രിയെപ്പോലും മറികടക്കുന്നത് ഡിജിറ്റൽ രാഷ്ട്രീയത്തിൻ്റെ പുതിയ യാഥാർത്ഥ്യവുമായി മാറിയിരിക്കുകയാണ്. ഇതിലൂടെ ഉയരുന്ന വലിയൊരു ചോദ്യം ഒന്നുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ ആശയവിനിമയത്തിൻ്റെ കേന്ദ്രം
പതിയെ സോഷ്യൽ മീഡിയയിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പരമ്പരാഗത മാധ്യമങ്ങളിലൂടെ വർഷങ്ങളായി നിർമ്മിച്ചെടുത്ത പ്രതിച്ഛായകൾക്ക് വെല്ലുവിളിയായി പുതിയ ഡിജിറ്റൽ ശബ്ദങ്ങൾ ഉയരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ധ്രുവ് റാഠിയുടെ ഉയർച്ചയെപ്പോലും അതിൻ്റെ ഉദാഹരണമായി പലരും കാണുന്നുണ്ട്. ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ പോലും രാജ്യത്തിൻ്റെ പ്രധാന രാഷ്ട്രീയ നേതാവിൻ്റെ ഡിജിറ്റൽ സ്വാധീനത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയുടെ കാലത്ത് രാഷ്ട്രീയ പ്രതിച്ഛായകൾ നിർമ്മിക്കുവാനും അത് നിലനിർത്തുവാനും മുൻകാലത്തേക്കാൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നതാണ് പലരും വിലയിരുത്തുന്നത്.